നമസ്കാരം. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സംഭവവും അതിനെ തുടർന്ന് ടിടിയും യാത്രക്കാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പതിവ് സംഭവമാണ്. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ റെയിൽവേ നടപടി സ്വീകരിക്കും. കൂടാതെ പിഴയും ചിലപ്പോൾ തടവ് ശിക്ഷയുമൊക്കെ യാത്രക്കാർക്ക് ലഭിക്കുമെന്നത് മറ്റൊരു കാര്യമാണ്. അത് റെയിൽവേയുടെ നിയമമാണ്. ടിക്കറ്റ് കൺഫർമേഷൻ ഇല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാമെന്ന് റെയിൽവേ തുടക്കം മുതൽ തന്നെ പറയുന്നുമുണ്ട്. നിലവിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്ത യുവതിയും ടിടിയും തമ്മിൽ രൂക്ഷമായ രീതിയിൽ ഒരു വാക്കേറ്റമൊക്കെയാണ് നടന്നിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തനിക്ക് ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും അവകാശപ്പെടുന്ന യുവതി ടിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചുമത്തിയ ടിടിയോടും സഹയാത്രക്കാരോടും തട്ടിക്കയറുന്നതാണ് വീഡിയോയിലുള്ളത്. സമീപകാലത്ത് ടിക്കറ്റ് ഇല്ലാതെയോ പ്രാദേശിക ടിക്കറ്റുമായി AC സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ടിടിമാരുമായി തർക്കങ്ങളിലേക്ക് നയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത യുവതിയെ ടിടിയാണ് പിടികൂടിയത്. തുടർന്ന് ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ 1100 രൂപ പിഴ ചുമത്തിയിരുന്നു. പിഴ അടച്ചതിന് ശേഷം യുവതിക്ക് ഇരിക്കാനായി ഒരു സീറ്റ് അനുവദിച്ചു. എന്നാൽ തനിക്ക് അനുവദിച്ച സീറ്റ് ഒരു പുരുഷ സഹയാത്രികനുമായി പങ്കിടേണ്ടി വരുന്നതിലുള്ള അനിഷ്ടം യുവതി ടിടിയോട് പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ വീണ്ടും തർക്കമുണ്ടായപ്പോൾ യുവതി ഉച്ചത്തിൽ ടിടിയോടും സഹയാത്രക്കാരനോടും സംസാരിക്കുകയായിരുന്നു. സഹയാത്രക്കാരനോട് സംസാരിക്കുന്നതിനിടെ തനിക്ക് അവരെക്കാൾ ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടെന്നും അതിനാൽ തന്നെ ശല്യപ്പെടുത്തേണ്ടെന്നും യുവതി പറഞ്ഞു. എന്നാൽ ടിടി വളരെ ശാന്തനായിട്ട് മാന്യതയോടുകൂടിയാണ് ടിടി ആ യുവതിയോട് പ്രതികരിച്ചത്. റെയിൽവേ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അനാവശ്യമായ ബഹളം കൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ പിഴ അടച്ചതിനാൽ തനിക്കും മക്കൾക്കും ഇരിക്കാൻ സീറ്റിന് അർഹതയുണ്ടെന്ന് യുവതി വാദിച്ചപ്പോൾ നിയമപരമായി മാത്രമേ സീറ്റ് അനുവദിക്കാൻ കഴിയൂ എന്നും നിലവിൽ അനുവദിച്ച സീറ്റിൽ രാത്രി 10 മണിവരെ ഒരാൾ ഉണ്ടാകുമെന്നും ടിടി അറിയിച്ചു. ഈ ഘട്ടത്തിലാണ് യുവതി താൻ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും തന്റെ വകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരും തനിക്കൊപ്പം നിൽക്കുമെന്നും ഒറ്റ ഫോൺ കോളിൽ എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കാൻ കഴിയുമെന്നും ടിടിയെ ഭീഷണിപ്പെടുത്തിയത്. ഇതിന് മറുപടിയായി ഫോൺ ചെയ്താൽ ഈ ട്രെയിൻ തന്നെ കുലുങ്ങുമെന്നും ടിടി പരിഹസിച്ചു. പിന്നാലെ യുവതി മറ്റൊരാളോട് മിണ്ടാതിരിക്കാനും താനാണ് അയാളെക്കാൾ സ്റ്റാറ്റസ് ഉള്ളയാളെന്ന് പറഞ്ഞ് രംഗം വഷളാക്കി. ഈ സംഭവം വീഡിയോ രൂപത്തിൽ പ്രചരിച്ചതോടെ വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങളുണ്ടായി. പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും സ്റ്റാറ്റസ് പറഞ്ഞ് നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നും പലരും അഭിപ്രായപ്പെട്ടു. അതേസമയം ടിടിയുടെ ശാന്തമായ പ്രതികരണം എല്ലാവരും പ്രശംസിക്കപ്പെട്ടിരിക്കുകയാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികളും ഇതിലൂടെ വ്യക്തമാകുകയാണ്. അതായത് ശാന്തതയോടുകൂടി ഏത് കാര്യവും ഡീൽ ചെയ്താൽ അത് ശാന്തതയോടുകൂടി തന്നെ പോവും. കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ ഒരു ഹാർഷായിട്ട് പെരുമാറിയാൽ അത് വേറെ വലിയ പ്രശ്നങ്ങൾ വഷളാകുന്ന കാര്യത്തിലേക്ക് ചെന്നെത്തും എന്നതാണ് ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.